നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ നിങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാകും സത്യം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലെത്തിയത് ഒരിക്കലും യാദൃശ്ചികമല്ല. ഭഗവാൻ തന്നെ നിങ്ങളെ നേരിട്ട് വിളിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് ചോദിച്ച ഒരു ചോദ്യം, അല്ലെങ്കിൽ ഭഗവാനോട് നിങ്ങൾ ഒരുപാട് തവണ പറഞ്ഞ ഒരു കാര്യം, പ്രാർത്ഥിച്ച ഒരു കാര്യം, ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് ചിന്തിക്കുക. ആ അനന്തപ്രകാശം, ആ ദീപങ്ങളുടെ മണവും തുളസിയുടെ സൗരഭ്യവും, ശംഖനാദം മുഴങ്ങുന്ന ആ ദിവ്യാന്തരീക്ഷം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഭഗവാൻ നിങ്ങളെ നോക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ ഭഗവാൻ അറിയാം. നിങ്ങളുടെ കണ്ണുനീർ ഭഗവാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആരോടും പറയാതെ ഹൃദയത്തിൽ സൂക്ഷിച്ച പ്രാർത്ഥനയും ഭഗവാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് ഭഗവാൻ നിങ്ങളോട് ഒരു അടയാളം നൽകാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ ഭഗവാന്റെ 3 ദിവ്യ ചിഹ്നങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇതിലൊന്ന് ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കും. പക്ഷെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ കൈകളാലല്ല, നിങ്ങളുടെ ആത്മാവാണ്. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ഏത് ചിത്രത്തിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അത് ഒരു സാധാരണ ചിന്തയല്ല, അത് ഒരു ദിവ്യ നിർദ്ദേശമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും കാത്തിരിക്കുകയാണോ? ഒരു ജോലി, വിവാഹം, അല്ലെങ്കിൽ ഒരു കുഞ്ഞ്, സമാധാനം, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നിന്ന് മോചനം. ഇന്ന് ആ കാത്തിരിപ്പിന് ഇവിടെ നിങ്ങൾക്കൊരു മറുപടി ലഭിക്കുന്നതായിരിക്കും. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ കരുണയുടെ കടലാണ്. ബാലകൃഷ്ണന്റെ ആ നിർമ്മല ചിരി, മയിൽപീലിയുടെ ആ ഭംഗി, വെണ്ണക്കലത്തിന്റെ ആ ബാലസ്വഭാവം, തുളസിമാലയുടെ ആ പവിത്രത, ഇവ വെറും രൂപങ്ങളല്ല, ഇവ ജീവിതം മാറ്റുന്ന ശക്തിയാണ്. ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ടാകും ഭഗവാന്റെ ഒരു ചെറിയ അനുഗ്രഹം പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളത്. ഇന്ന് നിങ്ങൾക്കും അതുപോലൊരു അനുഭവം ലഭിക്കാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്ക്രീനിൽ കാണുന്ന 1, 2, 3 എന്നുള്ള നമ്പർ ഇട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കണം. പക്ഷെ അതിനു മുൻപ് 5 സെക്കൻഡ് കണ്ണടച്ച് ഹൃദയത്തിൽ ഗുരുവായൂരപ്പ ശരണം എന്ന് ജപിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും അധികം വിഷമം നൽകുന്ന കാര്യം ചിന്തിക്കുക. അത് ഉണ്ണിക്കണ്ണന്റെ പാദത്തിൽ സമർപ്പിക്കുക. ഇപ്പോൾ ഞാനൊരു ചെറിയ സത്യം പറയട്ടെ. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയം പോലും ദിവ്യമായി നിശ്ചയിക്കപ്പെട്ടതാണ്. ചിലർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യും, ചിലർ പകുതി വരെ കണ്ടിട്ട് പോകും. പക്ഷെ നിങ്ങളിവിടെ ഇരിക്കുന്നു, അത് ഒരു അടയാളമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം വരുന്ന ഘട്ടമാണ്. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കാൻ പോകുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നില്ല എന്നുള്ളത്? ഇന്ന് നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഇവിടെ നിന്നും ലഭിക്കും. ഈ വീഡിയോ ഒരു വിനോദമല്ല, ഇത് ഒരു വിശ്വാസത്തിന്റെ നിമിഷമാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഫലം ലഭിക്കൂ. പൂർണ്ണ വിശ്വാസമുള്ളവർ മാത്രം ഇതിൽ പങ്കെടുക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കൈകൾ ചേർത്ത് പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പ, എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കാനിരിക്കുകയാണോ അത് എനിക്ക് സ്വീകരിക്കാൻ ശക്തി തരയണമേ. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഇനി ഇതിനു ശേഷം വേണം നിങ്ങൾ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാനായിട്ട്. എന്നാൽ ചിത്രം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ഒരിക്കലും തിടുക്കപ്പെട്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കരുത്. ആരെങ്കിലും പറഞ്ഞത് കേട്ട് തിരഞ്ഞെടുക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ഹൃദയം പറയുന്നത് നിങ്ങൾ കേൾക്കുക. നിങ്ങളിപ്പോൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം നിങ്ങൾക്ക് നൽകുന്നത് വലിയ ഒരു സൂചനയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹത്തിനും ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രം വന്നു ഭവിക്കാൻ കാരണമാകാനും കമന്റ് ബോക്സിൽ ഗുരുവായൂരപ്പ ശരണം എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് സഹായിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ ചിത്രമായിട്ടുള്ള മയിൽപീലി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ദിവ്യ സന്ദേശങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് മയിൽപീലിയാണെങ്കിൽ ഇത് യാദൃശ്ചികമല്ല. മയിൽപീലി ശ്രീകൃഷ്ണ ഭഗവാന്റെ കിരീടത്തിലെ അഭിമാന ചിഹ്നം മാത്രമല്ല, അത് ആത്മവിശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, ദിവ്യ സംരക്ഷണത്തിന്റെ അടയാളമാണ്.
ഇത് തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി ജീവിതത്തിലെ ഒരു മാറ്റത്തിന്റെ കവാടത്തിൽ നിൽക്കുന്നവരാണ്. ഇനി നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഉള്ളിൽ ഒരു കാത്തിരിപ്പ് ഘട്ടത്തിലാണ്. ഒരുപാട് ശ്രമിച്ചിട്ടും ഫലം വൈകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ തടസ്സപ്പെടുന്നു എന്നുള്ളത്. പക്ഷെ ഇന്ന് ഉണ്ണിക്കണ്ണൻ പറയുന്നത്, നീ കാത്തിരിക്കുന്ന അനുഗ്രഹം തയ്യാറാകുന്നു എന്നുള്ളതാണ്. മയിൽപീലിയുടെ ആത്മീയമായിട്ടുള്ള അർത്ഥത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മയിൽപീലി 3 കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് ദിവ്യ സംരക്ഷണം, രണ്ടാമതായിട്ട് ആത്മവിശ്വാസം, മൂന്നാമതായിട്ട് അപ്രതീക്ഷിത ഭാഗ്യ വളർച്ച. നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത 30 ദിവസങ്ങൾ വളരെ നിർണായകമാണ്. അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അവസരം തുറക്കപ്പെടും. അത് ഒരുപക്ഷെ ജോലിയിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലാകാം. നിങ്ങൾക്ക് വില കൊടുക്കാത്തവർ നിങ്ങളെ തിരിച്ചറിയും എന്നുള്ളതാണ്. ഒരു പഴയ അപേക്ഷ അല്ലെങ്കിൽ ശ്രമം ഫലം കാണും. ആദ്യഘട്ടങ്ങളിൽ ചെറിയ സൂചനയായിരിക്കും ലഭിക്കുന്നത്, പക്ഷേ അത് വലിയ വിജയത്തിലേക്ക് നയിക്കപ്പെടും എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കുള്ള ഒരു തടസ്സം നീങ്ങാൻ പോവുകയാണ്. കിട്ടേണ്ട പണം ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരു പുതിയ വരുമാന മാർഗം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. പക്ഷെ ശ്രദ്ധിക്കുക, ചെലവിൽ നിയന്ത്രണം വേണം. ഒരു തെറ്റിദ്ധാരണ അവസാനിക്കും. നിങ്ങളോട് ദൂരെ നിന്ന ഒരാൾ വീണ്ടും നിങ്ങളെ സമീപിക്കും. മയിൽപീലി തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രണയ ജീവിതത്തിൽ ഒരു മധുര നിമിഷം വരാൻ സാധ്യത കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് നൽകാനുള്ള ആത്മീയ നിർദ്ദേശം എന്ന് പറയുന്നത്, അടുത്ത 7 ദിവസം വ്യാഴാഴ്ച ദീപം തെളിയിക്കുക. അതായത് വ്യാഴാഴ്ച ദിവസം രാവിലെ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിന് മുന്നിലായിട്ട് ഒരു നെയ്ദീപം തെളിയിക്കുക. 11 പ്രാവശ്യം ഓം നമോ നാരായണായ ജപിക്കുക. ഇത് 7 ദിവസം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും രാവിലെ 11 തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഒരു ചെറിയ ദാനം നൽകുക. ഇത് നിങ്ങളുടെ ഭാഗ്യവാതിൽ വേഗത്തിൽ തുറക്കാൻ സഹായിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു ദിവ്യ അടയാളം കടന്നു വരും. മയിൽപീലി തിരഞ്ഞെടുക്കുന്നവർക്ക് സാധാരണയായിട്ട് ഒരു അടയാളം ലഭിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ അതൊരു ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വപ്നമാകാം, മയിലിന്റെ ചിത്രം സ്വപ്നത്തിൽ കാണുന്നതാകാം, അപ്രതീക്ഷിതമായിട്ട് ഒരു കൃഷ്ണഭജനം കേൾക്കുന്നതാകാം. ഇവയൊക്കെയും ഒരു ദിവ്യ ഉറപ്പാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും കൂടിയുണ്ട്. അഹങ്കാരം വരാൻ ഒരിക്കലും അനുവദിക്കരുത്. നിങ്ങളുടെ വിജയം വിനയത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഭഗവാൻ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ചിലർ നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടാം, പക്ഷെ നിങ്ങൾ പ്രതികരിക്കേണ്ടതില്ല. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. മയിൽപീലി തിരഞ്ഞെടുത്തവർക്ക് ജീവിതത്തിലേക്ക് ഒരു സന്തോഷ വാർത്ത കടന്നു വരും. ഒരു അപ്രതീക്ഷിത കൂടിക്കാഴ്ച സംഭവിക്കാം. ഒരു നീണ്ടുനിന്ന പ്രശ്നത്തിന് പരിഹാരം ലഭിക്കാം. ഇത് പുനർജന്മഘട്ടം പോലുള്ള മാറ്റമായിരിക്കും. ഗുരുവായൂരപ്പ, ഈ മയിൽപീലി തിരഞ്ഞെടുത്ത ഭക്തരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ നീക്കണമേ. അവർക്ക് ആത്മവിശ്വാസം നൽകണമേ. അവരുടെ വീട്ടിൽ സമാധാനം വരുത്തണമേ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ ഒരു അടയാളമാണ്. മയിൽപീലി തിരഞ്ഞെടുത്തത് ഒരു ദിവ്യ നിർദ്ദേശമാണ്. അടുത്ത 30 ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ തുടങ്ങും. ആ മാറ്റങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിക്കുക. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മയിൽപീലി അനുഗ്രഹം. ഇത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ മുദ്രയായിരിക്കാം. ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും ലഭിക്കുന്നതിന് ഗുരുവായൂരപ്പ രക്ഷിക്കണമേ എന്ന് കമന്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള മയിൽപീലി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള വെണ്ണപ്പാത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് വെണ്ണക്കലമാണെങ്കിൽ ഇതൊരിക്കലും ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് ഉണ്ണിക്കണ്ണന്റെ ബാലരൂപ അനുഗ്രഹത്തിന്റെ അടയാളമാണ്. വെണ്ണ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രിയപ്പെട്ട നിവേദ്യമാണ്. വെണ്ണക്കലം സമൃദ്ധിയും നിർമ്മലതയും വീട്ടിലെ സന്തോഷവുമാണ് സൂചിപ്പിക്കുന്നത്. ഇത് തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായിട്ട് കുടുംബം, സാമ്പത്തികം, മനസ്സിലെ സമാധാനം എന്നിവയിൽ ഒരു മാറ്റം കാത്തിരിക്കുന്നവരാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏറെ നാളായിട്ട് വീട്ടിൽ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ടാകാം. അത് ഒരുപക്ഷെ ഒരു സാമ്പത്തിക പ്രശ്നമാകാം, ബന്ധത്തിലെ തെറ്റിദ്ധാരണയാകാം, അല്ലെങ്കിൽ ആരോടും പറയാൻ കഴിയാത്ത ഒരു മാനസിക സമ്മർദ്ദമാകാം. നിങ്ങൾ പുറത്തേക്ക് ശക്തനായതുപോലെ കാണിച്ചാലും അകത്ത് അല്പം ക്ഷീണമുണ്ട് എന്നുള്ളതാണ് സത്യം. ഇന്ന് ഉണ്ണിക്കണ്ണൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ വീട്ടിൽ ഞാൻ കടന്നു വരുന്നു എന്ന്.
ഇനി വെണ്ണക്കലത്തിന്റെ ആത്മീയ അർത്ഥത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെണ്ണക്കലം 4 പ്രധാന കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 1 കുടുംബ ഐക്യം, 2 സാമ്പത്തിക ആശ്വാസം, 3 കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട സന്തോഷ വാർത്ത, 4 ഹൃദയശുദ്ധി. ഇത് തിരഞ്ഞെടുക്കുന്നവർക്ക് വീട് അനുഗ്രഹിക്കപ്പെടുന്ന ഘട്ടമാണ്. ഇനി അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പഴയ തർക്കം അവസാനിക്കും. സംസാരിക്കാത്ത ഒരാൾ വീണ്ടും സംസാരിക്കും. വീട്ടിൽ ഒരു ചെറിയ ആഘോഷമുണ്ടാകും. വീട്ടിൽ ശാന്തി പതുക്കെ വളരും. കണ്ണീരിനു പകരം ചിരി പടരും. ഇനി നിങ്ങളുടെ സാമ്പത്തിക മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു തടസ്സം നീങ്ങാൻ പോവുകയാണ്. കിട്ടേണ്ട പണം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു പുതിയ വരുമാന മാർഗം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. പക്ഷെ ഒരു മുന്നറിയിപ്പുണ്ട്, അവിചാരിതമായിട്ടുള്ള ചില ചിലവുകൾ വരാം. അതുകൊണ്ട് തന്നെ സംരക്ഷണം വേണം. ഇനി ബന്ധങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രണയ ജീവിതത്തിൽ മധുര നിമിഷങ്ങൾ ഉണ്ടാകാം. വിവാഹം കാത്തിരിക്കുന്നവർക്ക് നല്ല വാർത്ത ലഭിക്കാം. വീട്ടിൽ കുഞ്ഞിനായിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രതീക്ഷ ലഭിക്കും. വെണ്ണക്കലം തിരഞ്ഞെടുക്കുന്നവർക്ക് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സന്തോഷം വരാൻ സാധ്യത കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്കുള്ള ആത്മീയ നിർദ്ദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത 7 ദിവസത്തിൽ ഒരു ദിവസം ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് പാൽപ്പായസ നൈവേദ്യം സമർപ്പിക്കുക. ഏത് ദിവസവും സാധിക്കുമെങ്കിൽ വ്യാഴാഴ്ച ദിവസം തന്നെ ചെയ്യുക. അതല്ല എങ്കിൽ വെള്ളിയാഴ്ച ദിവസവും ഉത്തമമാണ്. ഇനി ആ 2 ദിവസവും സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ കഴിയുന്നത് രാവിലെ തന്നെ ചെയ്യുക. ഏതെങ്കിലും ഒരു ദിവസം ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് ഒരു ദീപം തെളിയിച്ചു വെച്ച ശേഷം പാൽപ്പായസ നൈവേദ്യം സമർപ്പിക്കുക. കുട്ടികൾക്ക് മിഠായി നൽകുക. 21 പ്രാവശ്യം ഗോവിന്ദ ജപിക്കുക. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് ഒരു നെയ്ദീപം തെളിയിക്കുക. ഈ ചെറിയ കാര്യങ്ങൾ വലിയ അനുഗ്രഹത്തിന് വഴിയൊരുക്കും എന്നതാണ് സത്യം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ദിവ്യ അടയാളം ലഭിക്കും. വീട്ടിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സന്തോഷ വാർത്ത കടന്നു വരാം. ബാലകൃഷ്ണന്റെ ചിത്രം നിങ്ങളുടെ കൺമുന്നിൽ കാണുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഒരു കുഞ്ഞിന്റെ ചിരി കേൾക്കുമ്പോൾ ഹൃദയം നിറയും. ഇവയൊക്കെയും ഉറപ്പ് നൽകുന്ന അടയാളങ്ങളാണ്. ഇനി അതുപോലെ തന്നെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ചില മുന്നറിയിപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ചിലർ നിങ്ങളുടെ സന്തോഷം കണ്ട് അസൂയപ്പെടാം. പക്ഷെ നിങ്ങൾ പ്രതികരിക്കേണ്ടതില്ല എന്നതാണ് ഭഗവാൻ പറയുന്നത്. അഹങ്കാരം ഒഴിവാക്കുക. നന്ദി പറയാൻ മറക്കരുത്. ഈ ഒരു കാര്യമാണ് നിങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വരാനിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ ആശ്വാസ നിമിഷം നിങ്ങളെ തേടിയെത്തും. വീട്ടിലെ സന്തോഷകരമായിട്ടുള്ള വാർത്ത വന്നു ചേരും. മനസ്സിലെ ഭാരമകറ്റുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഇത് സമാധാനഘട്ടം ആരംഭിക്കുന്ന അടയാളമാണ്. ഗുരുവായൂരപ്പ, ഈ വെണ്ണക്കലം തിരഞ്ഞെടുത്ത ഭക്തരുടെ വീട്ടിൽ സമാധാനം നിറയ്ക്കണമേ. അവരുടെ സാമ്പത്തിക വിഷമങ്ങൾ നീക്കണമേ. കുട്ടികളുടെ ചിരി അവരുടെ വീട്ടിൽ നിറയണമേ. നിങ്ങൾ ഈ വെണ്ണക്കലം തിരഞ്ഞെടുത്തത് ഒരിക്കലും യാദൃശ്ചികമല്ല. നിങ്ങളുടെ വീട്ടിലേക്ക് അനുഗ്രഹം കടന്നു വരികയാണ്. അടുത്ത 30 ദിവസം ശ്രദ്ധിക്കുക. ചെറിയ മാറ്റങ്ങൾ തുടങ്ങും. ആ മാറ്റങ്ങളെ വിശ്വാസത്തോടെ സ്വീകരിക്കുക. കമന്റ് ബോക്സിൽ വെണ്ണക്കലം അനുഗ്രഹം എന്ന് എഴുതുക. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കും കുടുംബത്തിനും ലഭിക്കാനായിട്ട് ഈ സന്ദേശം നിങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പ രക്ഷിക്കണമേ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള വെണ്ണക്കലം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള തുളസിമാല തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് തുളസിമാലയാണെങ്കിൽ ഇത് സാധാരണ ഒരു തിരഞ്ഞെടുപ്പല്ല. ഇത് ഒരു ആത്മീയ വിളിയാണ്. ഉണ്ണിക്കണ്ണൻ നിങ്ങളോട് പറയുന്നത്, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുകയാണ് എന്നാണ്. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഉള്ളിൽ ഒരു ഭാരവുമായിട്ട് നടക്കുകയാണ്. ഒരു ആരോഗ്യ പ്രശ്നം, ഒരു മാനസിക വിഷമം, ഒരാൾക്കായിട്ടുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തോ ശരിയല്ല എന്ന തോന്നൽ. നിങ്ങൾ പുറത്തേക്ക് എല്ലാം ശരിയാണെന്ന് കാണിച്ചാലും അകത്ത് നിങ്ങൾ ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കുകയാണ്. തുളസിമാല തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായിട്ട് ആത്മീയമായി വളരുന്നവരാണ്. തുളസി 5 കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്: ശുദ്ധീകരണം, ദിവ്യ സംരക്ഷണം, പ്രാർത്ഥനയ്ക്കുള്ള മറുപടി, ആരോഗ്യ പുരോഗതി, കർമ്മനിർമാർജനം. ഇത് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ മാറ്റം ആരംഭിച്ചു എന്ന അടയാളമാണ്. അടുത്ത 30 ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ആത്മീയ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധ്യാനത്തിനുള്ള ആകർഷണം വർദ്ധിക്കും. സ്വപ്നത്തിലൂടെ ഒരു ദിവ്യ സന്ദേശം ലഭിക്കും. ഒരു പ്രത്യേക നാമജപം നിങ്ങളെ ആകർഷിക്കും.
നിങ്ങൾക്ക് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമാധാനം അനുഭവിക്കും. അത് ചെറിയ നിമിഷമായിരിക്കും, പക്ഷെ അതിൻ്റെ അർത്ഥം വലിയതായിരിക്കും. ഇനി നിങ്ങളുടെ ആരോഗ്യ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്കോ ആരോഗ്യ വിഷമമുണ്ടെങ്കിൽ അതിനുള്ള ഒരു വഴിത്തിരിവ് അടുത്തിരിക്കുന്നു എന്നതാണ് സത്യം. പൂർണ്ണ സുഖം ഒരുമിച്ച് വരില്ല, പക്ഷെ മെച്ചപ്പെടൽ തുടങ്ങും. തുളസിമാല തിരഞ്ഞെടുക്കുന്നവർക്ക് ആരോഗ്യ മേഖലയിൽ പ്രതീക്ഷയുണ്ട്. ഇനി ബന്ധങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു പഴയ വേദന മാറും. മാപ്പ് പറയാനും മാപ്പ് സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറാകും. ദൂരെ നിന്ന ഒരാൾ നിങ്ങളെ മനസ്സിലോർക്കും. ഒരു ബന്ധം പതുക്കെ പുനരുജ്ജീവിക്കും. നിങ്ങളുടെ സാമ്പത്തിക മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് വലിയ പെട്ടെന്ന് സമ്പത്ത് നൽകുന്ന അടയാളമല്ല, പക്ഷെ സ്ഥിരത നൽകുന്ന അടയാളമാണ്. നിങ്ങളുടെ ചെലവുകൾ നിയന്ത്രിക്കപ്പെടും. ഒരു ചെറിയ സഹായം അപ്രതീക്ഷിതമായിട്ട് ലഭിക്കും. ഒരു ദിവ്യ അടയാളം നിങ്ങളെ തേടിയെത്തും. തുളസിമാല തിരഞ്ഞെടുക്കുന്നവർക്കായിട്ട് സാധാരണയായിട്ട് തുളസിച്ചെടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകാം. കൃഷ്ണനാമം കേൾക്കുമ്പോൾ കണ്ണുനീർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ഒരു ശാന്തമായിട്ടുള്ള സ്വപ്നം നിങ്ങളെ തേടിയെത്താം. ഇവയൊക്കെയും ഉറപ്പു നൽകുന്ന ദിവ്യ സൂചനകളാണ്. ഇനി അതുപോലെ തന്നെ ആത്മീയ നിർദ്ദേശമുണ്ട്. അടുത്ത 21 ദിവസം എല്ലാ ദിവസവും 21 പ്രാവശ്യം കൃഷ്ണ എന്ന് ജപിക്കുക. തുളസി ദീപം തെളിയിക്കുക. തുളസിയുടെ മുന്നിലായിട്ടൊരു ദീപം തെളിയിക്കുക. ഒരു ദിവസം അന്നദാനം നടത്തുക. നിങ്ങളുടെ കോപം നിയന്ത്രിക്കുക. ഇത് നിങ്ങളുടെ കർമ്മഭാരം കുറയ്ക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഭഗവാൻ ചെറിയ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ചില പരീക്ഷണങ്ങൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം, പക്ഷെ ഭയപ്പെടേണ്ടതില്ല. ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങളെ ഉയർത്താനാണ് എന്നുള്ളത് തിരിച്ചറിയുക. നിരാശരാകരുത്. വൈകിയാലും ഫലം ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സമാധാന നിമിഷം നിങ്ങളെ തേടിയെത്തും. ആരോഗ്യ പുരോഗതി ഉണ്ടാകും. ഒരു ആത്മീയ ഉണർവ് സംഭവിക്കും. ഇത് പുനർജന്മഘട്ടം പോലെ ഒരു മാറ്റമായിരിക്കും. ഗുരുവായൂരപ്പ, ഈ തുളസിമാല തിരഞ്ഞെടുത്ത ഭക്തരുടെ ജീവിതത്തിൽ ശുദ്ധിയും സമാധാനവും നിറയ്ക്കണമേ. അവരുടെ ആരോഗ്യ വിഷമങ്ങൾ നീക്കണമേ. അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ. നിങ്ങൾ ഈ തുളസിമാല തിരഞ്ഞെടുത്തത് ദിവ്യമായിട്ട് നിശ്ചയിച്ചതുകൊണ്ടാണ്. അടുത്ത 30 ദിവസം ശ്രദ്ധിക്കുക. ചെറിയതായിട്ടുള്ള പക്ഷേ ആത്മീയ മാറ്റങ്ങൾ തുടങ്ങാൻ തുടങ്ങും. ആ മാറ്റങ്ങളെ വിശ്വാസത്തോടെ സ്വീകരിക്കുക. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുളസിമാല അനുഗ്രഹം. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം ഭഗവാൻ നിങ്ങളെയും കുടുംബത്തെയും ചേർത്ത് നിർത്തുന്നതിനായിട്ട് ഈ സന്ദേശങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഗുരുവായൂരപ്പ രക്ഷിക്കണമേ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള തുളസിമാല തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.